നമ്മളൊരു പുതിയ സംരംഭമായിട്ട് തുടങ്ങിയതാണ്. കാര്യം ഇവിടെ വളശ്ശേരിക്കര ഇടത്തറമുക്കെന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഒരു വീട് വയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പം ശരിക്കും വഴിയില്ല, വഴി സൗകര്യം പോലും ഇല്ലാതെ സാധനങ്ങൾ സൈറ്റിൽ കൊണ്ടുവരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഇവിടെ ഫീൽ ചെയ്തു. അപ്പോൾ ആൾക്കാരെ വെച്ച് ചുമ്മിക്കാം എന്ന് വിചാരിച്ച സമയത്ത് നമ്മുടെ പൈസയെന്നോ അല്ലെങ്കിൽ ഒരാൾ തരുന്ന പൈസ കൊണ്ടാണല്ലോ നമ്മളൊരു വീട് വയ്ക്കാൻ വരുന്നത്. അതിനുശേഷം വീട്ടുകാർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇവിടെ ഫേസ് ചെയ്തത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ആൾക്കാരെ കൊണ്ട് ചുമ്മിക്കാമെന്ന് വെച്ചപ്പോൾ ഞാനൊരു ദിവസം വരുന്നുണ്ട്, ഇവർ ചുമട്ടുകാർ ആ സാധനങ്ങൾ ഇതുവഴി ചുമ്മിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി നമ്മൾ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ അപ്പുറത്തെ സ്ഥലം ഒരല്പം പോലും അവർ ഇതിലോട്ട് വഴിയില്ലാതെ ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ എങ്ങനെയാണ് ഈ ചുമട് അവർ ബുദ്ധിമുട്ടി കൊണ്ടുവന്നത്. അപ്പോൾ ആ കൂലി മാത്രമല്ല നമ്മുടെ പ്രശ്നം, ആ ചുമന്നുകൊണ്ട് പോയ ആൾക്കാരുടെ ബുദ്ധിമുട്ട് കൂടെ നമ്മൾക്കത് നേരിൽ കണ്ടപ്പോൾ ഇങ്ങനൊരു ഐഡിയ തോന്നി. ഈ സാധനങ്ങൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൂടെ കൊണ്ടുപോകുന്നത് എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. സുനിൽ ടീച്ചറുടെ ഇച്ഛാശക്തിക്ക് മുൻപിൽ പ്രതിസന്ധികൾ വഴിമാറി. സ്വന്തമായി വീടില്ലാത്ത നിരാലംബരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ഡോക്ടർ MS സുനിൽ വടശ്ശേരിക്കര ഇടത്തറമുക്ക് തെക്കുംമലയിൽ ഒരു വീട് നിർമ്മിക്കാൻ എത്തിയപ്പോൾ വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വഴിയില്ല. എന്തു ചെയ്യും? ഒടുവിൽ മിനി റെയിൽപാളം തന്നെ നിർമ്മിച്ച് നിർമ്മാണം ത്വരിതപ്പെടുത്തിയ ടീച്ചറും സംഘവും പ്രദേശവാസികൾക്ക് വിസ്മയ കാഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. തെക്കുമല സ്വദേശി വിധവയായ തങ്കമ്മ, ഇവരുടെ മകൾ വിധവയായ രമണി, ഇവരുടെ മകൻ എന്നിവരടങ്ങുന്ന കുടുംബത്തിന് വേണ്ടിയാണ് സുനിൽ ടീച്ചർ വീട് നിർമ്മിക്കാനെത്തിയത്. ഇതിനോടകം 380ഓളം വീടുകൾ നിർമ്മിച്ച് അർഹരായവർക്ക് നൽകിയ ഡോക്ടർ MS സുനിലിന് മുൻപിൽ തങ്കമ്മയ്ക്ക് ഒരു വീട് എന്ന സ്വപ്നം പൂവണിയാൻ ബുദ്ധിമുട്ടാകുമെന്ന് തോന്നി. പ്രധാന പാതയിൽ നിന്ന് 100 മീറ്ററിലധികം ദൂരത്തിലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വീട്. ഇവിടേക്കാണെങ്കിൽ ഒരു നടവഴി മാത്രം. വീട് നിർമ്മാണത്തിന് സാധനങ്ങൾ എത്തിക്കാൻ വഴിക്കൽപ്പം വീതി സമീപവാസികളോട് ചോദിച്ചുവെങ്കിലും ആരും നൽകാൻ തയ്യാറായില്ല. നടവഴിയിലൂടെ സാധനങ്ങൾ തലച്ചുമടായി എത്തിക്കാനും ബുദ്ധിമുട്ടായി. ആദ്യം കുറച്ച് സാധനങ്ങൾ എത്തിച്ചപ്പോഴേക്കും ചിലവേറിയെന്ന് മാത്രമല്ല, തൊഴിലാളികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടേറിയ ജോലിയുമാണെന്ന് മനസ്സിലാക്കി. ഏതെങ്കിലും വ്യക്തികളുടെയോ സംഘടനകളുടെയോ ഒക്കെ സഹകരണത്തിൽ വീട് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന ഡോക്ടർ MS സുനിലിന്റെ ബജറ്റ് താളം തെറ്റുന്നതായി. ഇതോടെയാണ് ബദൽ മാർഗം ആലോചിച്ചത്. റെയിൽപാളത്തിന്റെ മാതൃക അപ്പോഴാണ് മനസ്സിലുദിച്ചത്. നിർമ്മാണം നടക്കുന്ന സ്ഥലം റോഡിൽ നിന്ന് താഴെ ആയതിനാൽ പാളം നിർമ്മിച്ചാൽ കാര്യങ്ങൾ വേഗത്തിലാകുമെന്ന് ബോധ്യപ്പെട്ടു. ഇതോടെ റെയിൽപാളത്തിന്റെ മാതൃക നിർമ്മിച്ച് സ്ഥാപിച്ചു. ഇതിൽ ഓടിക്കാൻ ഒരു ട്രോളിയും പ്രത്യേകം തയ്യാറാക്കപ്പെട്ടു. തെക്കുമലയിലെ നിർമ്മാണം കഴിഞ്ഞാലും പാളം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാകുമെന്ന് ഡോക്ടർ സുനിലും പ്രൊജക്ട് കോർഡിനേറ്റർ KP ജയലാലും പറഞ്ഞു. നട്ടും ബോൾട്ടും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അഴിച്ചെടുത്ത് മാറ്റാമെന്നതിനാൽ അടുത്ത പ്രൊജക്ട് സ്ഥലത്തും ഇത് ഉപയോഗപ്പെടുത്താം.